കണ്ണ് കെട്ടീനൊക്കെ എനിക്ക് നാവ് കെട്ടീനും പയ്യെ ആണിയുണ്ടല്ലോ പൂയിടിച്ച് മറ്റൊന്നുമില്ല. രണ്ടനുഭവം ഉണ്ട്. പിലാവുമ്പത്തെ ചക്ക തെങ്ങുമല തേങ്ങ ഇത് രണ്ടും ചാടല് ഇപ്രാവശ്യം എല്ലാം മുസ്ലിം വാങ്ങുന്നുണ്ട്. എല്ലാ മുറിച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊരു മുറിച്ചിട്ടുണ്ട്. അത് നാവ് വെട്ടിട്ട് എന്താ അറിയില്ല, മുഴുവൻ കൊഴിഞ്ഞാടി. മാങ്ങ മറ്റേ ആ പൂവുണ്ടായ അതുണ്ടല്ലോ പൊട്ടിരിക്കാണ്. അത് അതാണ് കണ്ണീർ വെട്ടിയാന്ന് പറയുന്നത്. അതല്ല അന്ന് തന്നെ പത്തിന് വളരെ കഷ്ട കണ്ണ് കെട്ടീനൊക്കെ എനിക്ക് നാവ് കെട്ടീനും പയ്യെ ആണിയുണ്ടല്ലോ പൂയിടിച്ച് മറ്റൊന്നുമില്ല വീട്ടിൽ കിട്ടാൻ നമ്മളവിടെ പിന്നെ ഒരു പിലാവുമ്പോ ചക്ക നല്ലോണ്ടായി. അപ്പോ ആ കുഞ്ഞിക്കുട്ടിയൊക്കെ കല്യാണ മണ്ഡപത്തിന്റെ അവിടെ പറഞ്ഞ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ കുഞ്ഞിക്കുട്ടിയൊക്കെ ചെട്ടിയൊടിക്കണായിരുന്നു. അറിയോ കുഞ്ഞിക്കുട്ടിയാക്കാൻ നെയ്കുട്ടിയാക്കിന്റെ നേരെ പുറത്ത് ഒരു കുഞ്ഞിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിക്കുട്ടിയൊക്കെ രണ്ടാം മണ്ണ് കെട്ടിക്കണ നമ്മളെ അയലൊക്കത്തുനിന്നാ. അപ്പോൾ വാപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ ജാന്ന് ശരിയാക്കിക്കൊണ്ട അവളെ ആങ്ങളാരോട് പറഞ്ഞു കണ്ടുകാറും. അപ്പോൾ പിന്നെ ആങ്ങളാര് നമ്മളെ കോട്ടാമ്പിലെ ആലി ഉണ്ടല്ലോ, ഓൻ്റെ അലിയൻ്റെ പെങ്ങളെയാണ് ഇപ്പോൾ പറയുന്നത് ഇയാൾ കെട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞിക്കുട്ടിയാക്ക അയാള് കെട്ടാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ നമ്മളെ തൊടുവിലൊരു പിലാവുമ്മേ ബജ്ജിൻ്റെ അവിടെയല്ലേ പിലാവുമ്മേ ചക്ക ഇങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട്. ഇയാൾ പെര താണിങ്ങനെ ഊണ് ഉയരണം, ചെറിയ ഉയരമില്ലാത്ത പെരന്നു. ഓ എനിക്ക് പിലാവുമ്മ ചക്കയൊക്കെ ഉണ്ടല്ലോ കൂട്ടാൻ വെക്കാനെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ പുറത്തേക്കൂടെ എത്തിയപ്പോ ചാടി ചക്ക വന്ന് ചാടി അങ്ങനെ കണ്ണീര് ആ ഇതിലിങ്ങനെ മുറിഞ്ഞിങ്ങടി ചാടുക. അതേമാതിരി മുറിഞ്ഞാട് അങ്ങനെ ആയപ്പോ കണ്ടിരുന്നില്ല. അതില് ഇങ്ങനെ ചാടിയപ്പോ അന്നിപ്പോ ഞാൻ ചെറിയ കുട്ടിയാ. ഞാനെന്ത് ചെയ്തു, കളിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഇപ്പൊ പിലാവിന്റെ വേര് ഇവിടെ പുറത്തുണ്ട്. പഞ്ചായത്ത് തോയ്മ തരത്തില ആണിയുണ്ട്. അയ ആണിയാ. ഈ ആണി വേരുമ്പോ ഇങ്ങനെ മേടിക്കാക്കി പിന്നെ ഇങ്ങോട്ട് പറിച്ചാൻ കിട്ടില്ല. തന്തപ്പൊടി കണ്ടാൽ തല്ലും കിട്ടും. അടിച്ചത് കത്തിയ എന്നിട്ട് അവിടെ വളഞ്ഞു വന്നപ്പോ ചില മണ്ണോട് വായി പിറ്റേ കൊല്ലം ചക്ക രട്ടുന്നി കാട്ടില്ല. തെളിവാണത്. ഇപ്പൊ ഇവിടെ ഈ പേരക്കുളത്തെ തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങുമ്പോ നല്ല തേങ്ങ. എൻ്റെ അളിയൻ്റെ മകൻ തന്നെ ഇപ്പൊ നല്ല തേങ്ങയാണല്ലോ. തേങ്ങ ഒരു ഭാഗം ഉണങ്ങും ഒരു കൊയ്യാണ്. ഇളനീനൊക്കെ ഒരു ഭാഗം ഉണങ്ങും ഒരു കൊയ്യാണ്. ഞാൻ ഒരു ആണിയെത്തി കണ്ട് പഴയ ആണിയെത്തി മേടിയാൻ കയറി. ആ ഉണങ്ങിയത് മാത്രം ചാടി, പിന്നെ വേറെ ഒന്നും ഉണങ്ങി ചാടി. പൂയിടിച്ചാണി. കാരണം പൂയിടിച്ചാണിക്ക് പോയസുണ്ടാവും. ഈ മനുഷ്യന്റെ നാവിനും പോയസാണ്. അത് തമ്മിൽ അതിനാണ് ഇപ്പൊ മേടിക്കാത്ത. അത് മനുഷ്യന് പറ്റൂല. മനുഷ്യന് ആണി മേടിക്കാക്കാൻ പറ്റൂല. മരങ്ങൾക്കൊക്കെ ആണെച്ചാൽ കവുങ്ങ്, തെങ്ങ്, മൂച്ചി, പ്ലാവ് ഇതിനൊക്കെ പറ്റും. നമ്മക്ക് ഇങ്ങനെ രണ്ടനുഭവം ഉണ്ട്. പിലാവുമ്പത്തെ ചക്ക തെങ്ങുമല തേങ്ങ ഇത് രണ്ടും ചാടല്. നാവൂർ തട്ടിയതാണ് ഈ മനുഷ്യന്റെ കണ്ണ് തട്ടിയതാണ്. തെങ്ങുമെന്നായാലും കവുങ്ങുമെന്നായാലും സാധനം ചാടുന്നുണ്ടെങ്കിൽ മരത്തമ്മൊന്നും മാങ്ങി ചക്കൊക്കെ കാണുന്നത്. ഇനി നിങ്ങൾക്കിപ്പോ പിന്നെ നമ്മളെക്കാളും പ്രായം കമ്മിയായതുകൊണ്ട് നിങ്ങൾ ഒന്ന് പരീക്ഷ നോക്കില്ല. കാരണം പൂയിടിച്ചാണി പുതിയ ആണി പറ്റൂല. പൂയിടിച്ച ആണി മേടിയാൻ താത്തിയാൽ ഈ പൂയടിച്ചാണി നമ്മളെ കാൽമ കുട്ടിയാൽ പോയാണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നില്ല പോഷത്തിന് എന്ന മാതിരി തന്നെ. ആ പോഷം മറ്റീമൊക്കെ ചെല്ലാണ് കണ്ണേറ് ഒട്ടകത്തെ ചട്ടിലെത്തിക്കും, മനുഷ്യനെ കപ്പറിലെത്തിക്കും. അത്ര പവറാണ് കണ്ണേറിന്. ഏതായാലും നമുക്ക് ഈ പ്രാവശ്യം മാങ്ങ ഉണ്ടായില്ല.
അപ്പൊ അവിടെ ഒരു മാങ്ങ ചാടിക്കണ കൊണ്ടുണ്ട് തോണലുണ്ട് ആ തോട്ടിന്റെ ഒക്കെ പിന്നെ വെറുതെ നടത്തലുണ്ടോ? ഈ ഞങ്ങൾക്ക് ഈ വർത്താനത്തിനോട് ചാടിയതേ അറിയില്ല. ആ അല്ലെങ്കിൽ തോട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ അതിന്റെ വക്കത്ത് കണ്ടാവും ചാടിന്ന് തോണലുണ്ട്. അതല്ല 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 അത് കടിച്ചാ ഫൗളായി. അവിടെ നോക്കാം എന്റെ മുന്നിൽ അവിടെ എങ്ങനെ ആയിട്ട് കോമഡി ഇട്ടായേട്ടോ, ഒരു കടിച്ച അങ്ങനെ ഫൗളായി. ഇല്ല എന്നാ എലിയേക്കാരോ എലിയും ചാടുവേ. അറിയാൻ പോയിട്ടോ. വാ ഒരു ഒറ്റ വാങ്ങല്ലേ. എറിഞ്ഞോ? ഈ പ്രായത്തിലും അല്ലേ? മാങ്ങന്റെ വൈബും ആരോഗ്യവും. നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്താ ചെയ്യാ? ഞാൻ കേട്ടോണ്ട് ശരി. വടിമാണി എടുക്കണം. ഇവിടെയാണ് ഇവിടെ. അവനെ എറിയാൻ പേടിക്കണ്ടല്ലോ. പേടിക്കണ്ട പേടിക്കണ്ട, അവിടെ ഒരു കുട്ടി ഇരിക്കണ്ട്. നീ വരില്ലാണല്ലോ കേട്ടോ. നമ്മൾ എറിഞ്ഞപ്പോളേ ഓല മുറ്റത്തേക്ക് പോയി. കാക്ക കല്ലിട്ടോ, കാക്ക സീനാണ്. കാക്ക സീന്, കയ്യില് കല്ല്. അവിടെ ഏറ് ഇവിടെ ഏറ്, തലങ്ങും വിലങ്ങും ഏറ്. ഓ വണ്ടി വരും. വണ്ടി വണ്ടി ഉണ്ട് കൊറേ വണ്ടി, തലങ്ങും വിലങ്ങും വണ്ടിയാണ് പറ്റാത്തത്. ആരേ സതക്ക കാക്കടറിഞ്ഞ്. മൂന്നെണ്ണം. ഇങ്ങോട്ട് പോകരുത്, അത്രേ ഉള്ളൂ. അങ്ങോട്ട് അത്ര പോയിക്കോട്ടെ. കിട്ടിയോ? നമ്മളുണ്ട് കേട്ടോ ഇവിടെ. നോട്ടെ കാക്ക കല്ല് പറഞ്ഞത് തലക്കേറിയില്ല കാക്ക, വേറെ കുഴപ്പമൊന്നുമില്ല. മാങ്ങേ മാങ്ങേ മാങ്ങേ. എത്ര ഒരു കിലോ എത്ര കൊടുക്കാം? 100 ഞാൻ കൊടുക്കൂല. മിനിമം ഈ ഒരു മാങ്ങന്റെ ടേസ്റ്റ് വെച്ച് കിലോന് 300 ഉറുപ്പിക കിട്ടും. ആ എന്താ അഭിപ്രായം? എന്താ അതിന്റെ ടേസ്റ്റ്? നല്ല ജ്യൂസി അല്ലേ സാധനം. തോല് കുറച്ച് കട്ടിയുണ്ട് അല്ലേ? പക്ഷെ തോലിന്റെ ടേസ്റ്റ് കൈ കഴിക്കണം.